ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ശിവപ്രസാദിൻ്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ് പ്രധാന കഥാപാത്രമായിട്ട് വന്ന മരണമാസ് OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. ഇത് ശിവപ്രസാദിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് സിജു സണ്ണിയും ശിവപ്രസാദും ചേർന്നാണ്. കഥ സിജു സണ്ണിയുടെയാണ്. ഇദ്ദേഹം രോമാഞ്ചത്തിലും അതുപോലെ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലൊക്കെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഒക്കെ ഉള്ള ഒരാളാണ് സിജു സണ്ണി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്കഥയായിരിക്കും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അത് കൂടാതെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫും അതുപോലെ അനിഷ്മ അനിൽകുമാർ, നമ്മുടെ പൂവനിലും അതുപോലെ ആയാം കാതൽ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അനിഷ്മ അനിൽകുമാറാണ് ഇതിൽ നായികയായിട്ട് വന്നിരിക്കുന്നത്. സിജു സണ്ണിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ ബാബു ആൻ്റണി, രാജേഷ് മാധവൻ, പിന്നെ അതുപോലെ സുരേഷ് കൃഷ്ണ, ഇവരൊക്കെ ഇതാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അല്ലാതെ നമ്മുടെ ജിയോ ബേബി ഇതിലുണ്ട്. അതുപോലെ മറ്റ് ഈ മിനി സ്ക്രീനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് നല്ല ആക്ടേഴ്സ് ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് ചമൻ ചാക്കോവാണ്. മ്യൂസിക് JK, അതുപോലെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് നീരജ് രവിയാണ്. സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ മരണമാസം എന്ന് പറയുന്നത്. ഇത് വളരെ സ്പൂഫായിട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നാൽ അതിനുശേഷം വളരെ ത്രില്ലിംഗ് മോഡിലോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഹ്യൂമറൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ലോജിക്ലെസ് ആയിട്ടുള്ള ഒരു ഡാർക്ക് കോമഡി മൂവി എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഒരു പടമാണിത്. അത്തരത്തിലുള്ള സബ്ജക്ട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ് മരണമാസം എന്ന് പറയുന്നത്. ഇതൊരു കേരളത്തിനെ നടുക്കുന്ന ഒരു സീരിയൽ കില്ലർ ആരാണെന്ന് സിനിമയിൽ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പ്രത്യേക സസ്പെൻസോ കാര്യങ്ങളൊന്നുമില്ല. രാജേഷ് മാധവനാണ് സീരിയൽ കില്ലർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുന്നത്. ബനാന കില്ലർ എന്നാണ് ആ സീരിയൽ കില്ലർ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ആ സീരിയൽ കില്ലിങ്ങിന് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതൊരു സീരിയൽ കില്ലർ, കേരളത്തെ വിറപ്പിക്കുന്ന ഒരു സീരിയൽ കില്ലർ, വളരെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആവുന്നു. അതൊരു വലിയ ഓഫീസറായ ബാബു ആൻ്റണി ചെയ്ത വലിയൊരു ഓഫീസർക്ക് ഈ ഒരു കേസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതും അദ്ദേഹം ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നതും ഒക്കെയാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഒരു സീരിയൽ കില്ലർ എന്ന ആൾക്കാർക്ക് സസ്പെക്റ്റ് ഉള്ളത് ഒരു ലൂക്ക് എന്ന് പറയുന്ന ഒരു ഫ്രീക്കൻ പയ്യനാണ്. ആ ഒരു ഫ്രീക്കൻ പയ്യനെ നാട് കടത്താനായിട്ട് നാട്ടുകാർ പല കാര്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു കേസ് വരുന്നതും. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സിനിമ പറയുന്നത്. വളരെ സ്പൂഫായിട്ടാണ് പടം തുടങ്ങുന്നത്. ബേസിൽ ജോസഫിനെ കാണിക്കുന്ന സീൻസൊക്കെ ആയാലും അത്യാവശ്യം നമ്മുടെ തമിഴ് സിനിമയിൽ വിജയുടെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പല സീൻസും അതുപോലെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന തരത്തിലുള്ള ഒരു സ്പൂഫ് ഒരു ടൈപ്പായിട്ടാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ പടം ഫുള്ള് സ്പൂഫായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ പക്ഷേ സ്പൂഫായിട്ടല്ല ഫിലിം പോകുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഫിലിം ഒരു ത്രില്ലിംഗ് മോഡിലേക്ക് പടം മാറുന്നുണ്ട്. ഒരു ലോജിക്കില്ലാത്തൊരു ത്രില്ലിംഗ് മോഡിലേക്ക് പടം മാറുന്നുണ്ട്. അത് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ഇവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ. ഒരുപാട് ലോജിക്കും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ലൈറ്റ് ഹാർട്ടഡായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ മരണമാസം എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ബോറടിക്കില്ല. ഒരുപാട് ലെങ്തും കാര്യങ്ങളൊന്നുമില്ല. 2 മണിക്കൂർ അടുപ്പിച്ചങ്ങാണ്ടേ ഉള്ളൂ ഫിലിം എന്ന് തോന്നുന്നു. ഒരുപാട് ലെങ്തും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം വളരെ നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഫിലിമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ബേസിൽ ജോസഫ് നല്ല ആസ് യൂഷ്വൽ ഒരു വ്യത്യസ്തമായ ഒരു ഫ്രീക്കൻ പയ്യനായിട്ട് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയം പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യം, ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്നും മാറി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര ഫ്രീക്കനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ്, എന്നാൽ വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ഫ്രീക്കൻ ക്യാരക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ബേസിൽ ജോസഫ് ഈ സിനിമയിൽ വരുന്നത്. അതുകൂടാതെ രാജേഷ് മാധവൻ എടുത്തു പറയേണ്ടതാണ്. എല്ലാ സിനിമയിലും വളരെ വ്യത്യസ്തമായ റോളുകൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ടറാണ് രാജേഷ് മാധവൻ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ബനാന കില്ലർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കുറേ എന്താ പറയുക, വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് നല്ല കൊട്ടുന്ന ടൈപ്പ് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. അത്യാവശ്യം വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടത്.
സിജു സണ്ണി കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഒരുപാടെങ്കിൽ ലൗഡ് അല്ലാത്ത വളരെ എന്താ പറയുക, വളരെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ആക്ച്വലി സിജു സണ്ണി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ലാതെ പുള്ളി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വലിയ കുഴപ്പമില്ലാതെ പുള്ളിക്കാരി ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തെ കുറച്ച് കാലം മുന്നേ വേറൊരു സിനിമയിൽ കണ്ടിരുന്നു. പടത്തിൻ്റെ പേര് ഞാൻ മറന്നു. നമ്മുടെ അർജുൻ അശോകനും ഒക്കെ ഉള്ളൊരു ഫിലിമിൽ അത്യാവശ്യം ഒരു കോമഡി ക്യാരക്ടറായിട്ട് വന്നു. ഇതും അതുപോലെ കുറച്ചൊരു കോമഡി ആയിട്ട് എന്നാൽ സീരിയസ് എന്ന് തോന്നിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഈ ഒരു ഫിലിമിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ സീൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അനീഷ്മ ഇതിന് മുന്നേ ചെയ്ത 2 സിനിമകൾ, പൂവനായാലും അതുപോലെ അയാം കാതലിനായാലും എനിക്ക് പുള്ളിക്കാരിയുടെ അഭിനയം ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരി ഈ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് പറ്റിയൊരു ക്യാരക്ടറാണ്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലൊക്കെ വരുന്ന പോർഷൻസിലൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പുള്ളിക്കാരി ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഓവറോൾ വളരെ മനോഹരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ് മരണമാസം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ഹിറ്റായിരുന്നു. പക്ഷേ OTTയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് സിനിമ. ഫാമിലി ആയിട്ടിരുന്ന് നിങ്ങൾക്ക് കുറച്ച് എൻജോയ് ചെയ്ത് കുറച്ച് ചിരിച്ച് ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കണ്ടുവെക്കാൻ പറ്റുന്നൊരു സിനിമയാണ് മരണമാസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.